ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ വേസ്റ്റ് കറിവേപ്പിലയുടെ മരം കാണിച്ചതാണ് അന്ന് ഞാനൊരു കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് കറിവേപ്പില കാണില്ലേ, കറിവേപ്പില കാണിച്ചത് അതിന് മുന്നേ ഇതാണ് എൻ്റെ ചെടി കേട്ടോ. ഇത് കുറച്ച് ചെടിയുള്ളൂ. ആ ചെടിയുടെ ഇത് കുറച്ചൊക്കെ വിരിഞ്ഞിട്ടാണ് കണ്ടോ, നല്ല മണമുണ്ട്, നല്ല റസപ്പൂവാണ് കേട്ടോ, നല്ല റസപ്പൂവാണ് കണ്ടോ, നല്ല റസപ്പൂവാണ്. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ട് വന്ന കണ്ടില്ലേ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ വീട്ടുമരം. ഒരുപാട് കറിവേപ്പിലുണ്ട്, നല്ല കറിവേപ്പിലയാണ്, നല്ല മണമുള്ള കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ തുളസി ഇതൊന്നും വെട്ടി കണ്ണന് മാല വെട്ടി കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കാര്യം കാണിച്ചിട്ട് മുളക് മുളക് കണ്ടോ, മുളക് കണ്ടോ മുളക് ഉണ്ടായി നിൽക്കുന്നത് കണ്ട. ഇത് നല്ല കാന്താരി മുളകാണ് കേട്ടോ, നല്ല കാന്താരി മുളകാണ്, നല്ല എരിവുള്ളതാണ്. ഇതിവിടെ ഈ റോഡ് പണിക്കൊക്കെ വരുമ്പോൾ ഒരു ചേട്ടൻ എനിക്ക് തൈ തന്നാണ്, അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ റോസ് ഉണ്ട്, പിന്നെ കുറച്ച് ഇങ്ങനത്തെ പൂക്കളുണ്ട് കണ്ടോ. ഈ പൂ കാണിച്ചിട്ട് കണ്ടോ, ഈ പൂവുണ്ട് കണ്ടോ, ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ലോകം, ഇതാണ് എൻ്റെ ലവ് ബേഡ്സ് കണ്ടോ. 2 കിളികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൽ നിന്നിങ്ങനെ അങ്ങനെ കുട്ടികളുണ്ടായതാണിത്. ഒരു ദിവസം ഞാൻ കൂടിൽ വെള്ളം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് ആ കൂടടയ്ക്കാൻ പറഞ്ഞു, ഒരു കിളി പറന്നു പോയി. അയ്യോ എൻ്റെ കൃഷ്ണ, കിളി പറന്നു പോയി എന്നിട്ട് ഞാൻ കുറേ കരഞ്ഞു. പിന്നെ ഉണ്ടായതാണ് ഈ കിളികളാണല്ലോ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഇവിടെ വെച്ചാൽ 21 വില്ലകളും 13 ഫ്ലാറ്റുകളുണ്ട്. അതിൽ ചെറിയൊരു ഫ്ലാറ്റാണ് ഞങ്ങളുടെ. ഇതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ്, എനിക്കൊന്നും മറ്റുള്ളവരുടെ അടുത്ത് പറയാനൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രം പറയാനുള്ളൂ. പിന്നെ മോന് സ്കൂളില്ല, അപ്പം ഞാൻ ഉച്ചയ്ക്ക് കൊണ്ട് പോകുന്നു അവന് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ചില എരിവുള്ള മുളകെടുത്തിട്ട് ഞാൻ അങ്ങനെ കടിച്ചെന്ന് നല്ല എരിവുണ്ടാവും. ഇന്ന് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ഒരു മാവുണ്ട്, ഈ മാവ് കൊണ്ടാണ് ഞങ്ങൾ മാങ്ങയൊക്കെ ഇങ്ങനെ വീണാൽ കിട്ടാറ്, ഇടയ്ക്കൊക്കെ ഒരു മാങ്ങ കിട്ടാറുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു തലവേദനുള്ളത് എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി ഇനി ഇത് കൊണ്ടുകൊടുക്കാൻ പോണത് വണ്ടി ഇതാണ് എൻ്റെ വണ്ടി ഇപ്പം എന്താണെന്ന് അറിയില്ല. ബ്രേക്ക് പിടിക്കുമ്പോഴാണ് സ്റ്റാർട്ടാവണത്, അതിൻ്റെ സെൽഫ് തീരെ എടുക്കണില്ല. അപ്പോൾ അതൊന്ന് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. രാത്രിക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ.